അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത നമുക്കറിയാമല്ലോ. നമുക്കിപ്പം പിറ ദൃശ്യമായി. നാളെ പെരുന്നാളാണെന്ന് മനസ്സിലാക്കി. നാളെ പെരുന്നാളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം നമ്മൾ പിടിച്ച നോമ്പെല്ലാം കൂടെ കൊണ്ട് അന്നത്തെ രാത്രി തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഫലം മൊത്തവും കളയും. ഏതെങ്കിലും കോഴിക്കടയിലോ ഇറച്ചിക്കടയിലോ നമ്മൾ പോയി നിൽക്കും. എന്നാൽ അങ്ങനെയല്ല. ഈ 28, 29 ദിവസത്തെ രാത്രിയിൽ നമ്മൾ എങ്ങനെ ദുആ ചെയ്തോ, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ എങ്ങനെ ദുആ ചെയ്തോ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ദുആ ചെയ്യണം. കാരണം 5 രാത്രികളിൽ ദുആയ്ക്ക് ഇജാബത്തുള്ള 5 രാത്രികളിൽ 2 രാത്രി പെരുന്നാളിന്റെ രാത്രിയാണ്. അത് ചെറിയ പെരുന്നാളിന്റെ രാത്രിയുമുണ്ട്, വലിയ പെരുന്നാളിന്റെ രാത്രിയുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് നമുക്ക് ദുആയ്ക്ക് ഇജാബത്ത് നൽകുന്ന, സമ്മാനം നൽകുന്ന രാത്രി എന്നാണ്. അതായത് 29 മാസം അല്ലെങ്കിൽ ഒരു വർഷക്കാലം നമ്മൾ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. എന്നിട്ട് മുതലാളി പറയുകയാണ്, നീ ഇന്ന ദിവസം ഇന്ന സമയത്ത് വന്ന് ശമ്പളം വാങ്ങിച്ചു കൊള്ളുക, ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ശമ്പളം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ പോയി ശമ്പളം വാങ്ങിക്കും. ഇപ്പം നീ യുക്തിവാദികൾ വേണമെങ്കിൽ അല്ലാതുള്ളവർ വേണമെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ചിന്തയുള്ളവൻ ചിന്തിക്കും, എടാ അള്ളാഹുവിന് എവിടെ ഇരുന്നാലും ആർക്കും എങ്ങനെയും പ്രതിഫലം കൊടുത്തൂടെ. അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹു നമ്മളോട് ഈ പറഞ്ഞ നോമ്പിന് ഒരു സമയം പറഞ്ഞിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ അങ്ങ് ചോദിച്ചേക്കണേ, ഞാൻ അങ്ങ് എന്ത് തരാം എന്ന് അള്ളാഹു അവിടെ നിജപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് ദുആയ്ക്ക് ഇജാബത്ത് ഇല്ല എന്നല്ല, പക്ഷെ അള്ളാഹു ഒരു രാത്രിയെ 5 രാത്രി എണ്ണി പറഞ്ഞു. അതിൽ ഒരു രാത്രി ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്. ആ രാത്രി റമദാനിന്റെ രാത്രി പോലെ ഞാനും നിങ്ങളും സുജൂദിൽ കിടന്ന് മുതലാക്കിയാൽ ഇൻഷാ അള്ളാഹ് ദുനിയവിയും ഉഹ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് നേടാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്നത്തെ രാത്രി ഹയാത്താക്കണമെന്ന് ആദ്യം സ്വന്തം ശരീരത്തോടും ശേഷം മാത്രം നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും.